الله أكبر الله أكبر ولله الحمد. വിദ്യാഭ്യാസ വഴിയിൽ വിദൂര കാഴ്ചപ്പാടോടെ പിന്തുടർച്ചക്കാർക്ക് വഴിയിൽ വിളക്ക് വെച്ച് ജൈത്രയാത്ര തുടരുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഉസ്താദ് അവറുകളെ ഈ നാടിനു വേണ്ടി ബഹുമാന പുരസ്പരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വമൻ സലക മസ്ലകഹു വദഅ ബിദഅവതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, മഹല്ലെ ഭാരവാഹികളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹാന്മാരായി കബൂൽ ചെയ്യുമാറാകട്ടെ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൈപ്രം ജമാഅത്ത് പള്ളി പുനർനിർമ്മിച്ച് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവർ ഇന്ന് ഈ മസ്ജിദ് സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കാളികളായ സാമ്പത്തികമായി, ശാരീരികമായി, ചിന്താപരമായി, പ്രവർത്തനപരമായി പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആശംസിക്കുന്നു. അതോടുകൂടി തന്നെ നൂറ്റാണ്ടുകളായി ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത്, റഹ്മത്ത്, ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആശംസിക്കുന്നു. പള്ളികൾ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ഉടനെ ഖുബായിൽ പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് മസ്ജിദുൻ നബവിയും ഉണ്ടാക്കി. മുസ്ലിമീങ്ങളെയൊക്കെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ശക്തമായ പ്രതിഫലം അതിനെ വാഗ്ദാനം ചെയ്തു. സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുലു അലാ സ്വലാത്തിൽ ഫദ്ലി ബി27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതും സംഘമായി നിസ്കരിക്കുന്നതും 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ് എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് സവിശേഷമായി മസ്ജിദിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്ന ആളുകൾ, അല്ലെങ്കിൽ അടുത്തുള്ള കടകളിലൊക്കെ ഇരുന്ന് സമയം കളയുന്ന ധാരാളം ആളുകൾ നിസ്കരിക്കുന്ന സ്വഭാവമുള്ളവർക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഹദീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹദീസുകളുടെ പ്രഖ്യാപനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികൾക്ക് ഇത് സംബന്ധിച്ച് നൽകിയ മുന്നറിയിപ്പുകളും ശുഭവാർത്തകളുമൊന്നും വേണ്ടത്ര ഗൗനിക്കാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകൾ, ജമാഅത്തുകൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളൊക്കെ വളരെ മഹത്തായ പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മസ്ജിദിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ഉണർത്താൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. പള്ളിയിൽ വരുമ്പോൾ ജമാഅത്ത് അല്ലാതെ ഒരുപാട് പോസിറ്റീവ്സ്, ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകും. പല സ്നേഹിതന്മാരെയും കാണും, അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് കൂലി വേറെ.
അവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ കൂലി പ്രതിഫലം വേറെയാണ്. അതിലൊരാളുടെ പിതാവോ മാതാവോ ബന്ധപ്പെട്ട ഒരാളോ രോഗിയാണെങ്കിൽ ആ രോഗിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നത് ഒരു പുണ്യമുള്ള കാര്യമാണ്. ആ പുണ്യം വേറെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ. ഒന്നും പറഞ്ഞില്ലെങ്കിലും തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്നേഹിതന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിന്റെ ഒരു മുസ്ലിം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള കാര്യമാകുന്നു എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ മസ്ജിദിനോടനുബന്ധിച്ച് മതപഠന ക്ലാസുകൾ പല സ്ഥലത്തും നടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചാൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ 2-3 മിനിറ്റ് മാത്രം, വലിയ നീണ്ട പരിപാടിയല്ല, അതിലെന്തെങ്കിലും 1-2 വിഷയം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം മസ്ജിദുകളിൽ ആവിഷ്കരിച്ചാൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പലവിധ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കാൻ. പിന്നെ മസ്ജിദിൽ നടത്തേണ്ട മറ്റൊരു കാര്യമാണ് ദർസ്. നമ്മുടെ നാട്ടിൽ പള്ളി ദർസ് എന്ന് പറയുന്ന സംവിധാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ നടത്തി വന്നിരുന്നതാണത്. അവിടെ മദീനക്കാർ മാത്രമായിരുന്നില്ല, മക്കക്കാർ മാത്രമായിരുന്നില്ല, അറേബ്യൻ ഉപദ്വീപിലുള്ളവർ മാത്രമായിരുന്നില്ല, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ വരെ ആ ദർസുകളിൽ പഠിതാക്കളായിരുന്നു. ആഫ്രിക്ക വൻകരയിലുള്ളവർ, പേർഷ്യയിൽ നിന്ന് വന്ന സൽമാൻ അൽ ഫാരിസിയും മറ്റും, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് പഠിച്ചു ശ്രവിച്ച് പിന്നീട് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിന്റെ സന്ദേശങ്ങളുമായി ഇവർ യാത്ര ചെയ്ത് ഈ ദീനിന്റെ ചിത്രം, ഈ ദീനിന്റെ സുന്ദര മുഖം ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചത് പ്രധാനമായും അവരായിരുന്നു. അൽഹംദുലില്ലാഹ് മെയ് 11-ാം തീയതി ഇവിടെ ദർസ് ആരംഭിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ ദർസിന് വേണ്ടി വലിയ സാമ്പത്തിക വാഗ്ദാനം നൽകിയ ശുദ്ധ മനസ്കരെ സംബന്ധിച്ച് നമ്മൾ ശ്രമിച്ചു. അല്ലാഹു തആല അത്തരം ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഈ ദർസിന്റെ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്തവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ ദുആ ചെയ്യുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും വേറെയും പ്രഭാഷണങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ഈ പള്ളിയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചതും ഇവിടെ ജമാഅത്തായി നമസ്കരിച്ചതും ഈ സദസ്സിൽ പങ്കെടുത്തതുമൊക്കെ അല്ലാഹു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ദുആ ചെയ്യണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.